Good morning. Okay, നമ്മളപ്പോ പുതിയ ചാപ്റ്റർ തുടങ്ങിയായിരുന്നല്ലേ? ഏതാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചാപ്റ്റർ 13 കേട്ടോ. ഓക്കെ, ഇവിടെ വരെ നമ്മൾ പറഞ്ഞത് എലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞല്ലേ? പോസ്കോപ്പിലെ ഓരോ ലെറ്റേഴ്സും എന്തിനെ സൂചിപ്പിക്കുന്നു? പി എന്ന് പറഞ്ഞ പ്ലാനിങ്, O ഓർഗനൈസിങ്, S സ്റ്റാഫിംഗ്, D ഡയറക്റ്റിംഗ്, C കോർഡിനേറ്റിംഗ്, R റിപ്പോർട്ടിംഗ്, then B ബഡ്ജറ്റിംഗ്. ഓക്കെ, പേജ് നമ്പർ 120. അതിനകത്തെ ആ ഫസ്റ്റ് സെന്റൻസ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അത് നിങ്ങളൊന്ന് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളത് പോലെ തന്നെ പഠിച്ചാൽ മതി. അതായത് അഡ്മിനിസ്റ്റർ ഒറിജിനേറ്റഡ് ഫ്രം ദ ലാറ്റിൻ വെർബ് അഡ്മിനിസ്റ്റയർ എന്നാണ് കേട്ടോ. AD സ്പെല്ലിംഗ് ഒന്ന് നോക്കിയേ, ടെക്സ്റ്റിൽ നിങ്ങളുടെ കറക്റ്റ് അല്ലേന്ന്? AD MINI STRARE. AD MINI STRARE. ഓക്കെ, ലാറ്റിൻ വെർബ് ആണ് AD MINI STRARE. ഓക്കെ, മീനിങ് നമ്മൾ പറഞ്ഞു ടു മാനേജ്, ടു അസിസ്റ്റ്, ടു ഡയറക്റ്റ്, ടു സെർവ് എന്നൊക്കെ ഉള്ള ഒരു മീനിങ് ആണ് കേട്ടോ. ഓക്കെ, കറക്റ്റ് അല്ലേ? അത് ആഡ് ഇൻസ്റ്റയർ എന്ന് പറഞ്ഞാലും തെറ്റില്ല, രണ്ടും നമ്മൾ ബുക്കിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അതിനകത്ത് നിങ്ങൾ ഇത് തന്നെ പഠിച്ചാൽ മതി. ദ വേർഡ് അഡ്മിനിസ്ട്രേറ്റർ കം ഫ്രം ദ ലാറ്റിൻ വെർബ് അഡ്മിനിസ്റ്റയർ. AD MINI STRARE. ഓക്കെ, STRARE മീനിങ് ടു സെർവ്, ടു സെർവ്, അല്ലെങ്കിൽ ടു മാനേജ്, അല്ലെങ്കിൽ ടു അസിസ്റ്റ്, ടു ഡയറക്റ്റ് എന്നൊക്കെയുള്ള മീനിങ് വന്നെ കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മളപ്പോ എലമെന്റ്സ് പറഞ്ഞു. എലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, പോസ്കോപ്പ് ഓരോ ലെറ്റേഴ്സും എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് നോക്കി. ഇനി നെക്സ്റ്റ് വരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ് ആണ്. ഭരണപരമായിട്ടുള്ള വേഷങ്ങൾ, റോൾസ് എന്തൊക്കെയാണ്? അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ് അതിൽ 3 വരുന്നുണ്ട്. ഇന്റർപേഴ്സണൽ റോൾസ്, ഇൻഫർമേഷൻ റോൾസ്, ഡിസിഷണൽ റോൾസ്. ഇന്റർപേഴ്സണൽ റോൾസ് വ്യക്തിപരമായിട്ടുള്ള റോളുകൾ എന്തൊക്കെയാന്നൊക്കെ? ഇന്റർപേഴ്സണൽ റോൾസ്. ഫിഗർ ഹെഡ്, ഫിഗർ ഹെഡ് എന്ന് പറഞ്ഞാൽ ആരാ? തലവൻ. ഫിഗർ ഹെഡ്, ലീഡർ നേതാവ്, ലിയേസൺ. ലിയേസൺ എന്ന് പറഞ്ഞാൽ എന്താ? ബന്ധം, റിലേഷൻ, ബന്ധം. അഡ്മിനിസ്ട്രേറ്റീവ് റോൾസിൽ വരുന്നതാണ്. ഇന്റർപേഴ്സണൽ റോൾസ് ഉണ്ട്, ഇൻഫർമേഷണൽ റോൾസ് ഉണ്ട്, ഡിസിഷണൽ റോൾസ് ഉണ്ട്. ഇന്റർപേഴ്സണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യക്തിപരമായിട്ടുള്ള റോളുകൾ. അദ്ദേഹം എങ്ങനെയായിരിക്കണം? ഒരു ഫിഗർ ഹെഡ്, ഒരു ഒരു എന്താ പറയാ, ഒരു തലവൻ, ഹെഡ്, ഫിഗർ ഹെഡ്. ദെൻ ലീഡർ, ഒരു നേതാവ്, ലിയേസൺ, മറ്റുള്ളവരും ഒക്കെ ആയിട്ട് നല്ലൊരു റിലേഷൻ. റിലേഷൻ എന്നാണ്, ബന്ധം എന്നാണ് ലിയേസൺ എന്ന് പറയുന്നത്. Then അടുത്തതാണ് ഇൻഫർമേഷണൽ റോൾസിൽ വരുന്നതാണ് മോണിറ്റർ. മോണിറ്റർ ചെയ്യാന്ന് വെച്ചാൽ നിരീക്ഷിക്കുക, മോണിറ്റർ ആയിരിക്കണം. Then ഡിസെമിനേറ്റർ, പ്രചരിപ്പിക്കുന്ന ആളായിരിക്കണം, ഡിസെമിനേറ്റർ. Then സ്പോക്സ് പേഴ്സൺ, നല്ലൊരു വക്താവായിരിക്കണം, സ്പോക്ക് പേഴ്സൺ, നല്ലൊരു വക്താവായിരിക്കണം, സംസാരിക്കുന്ന ആളായിരിക്കണം. ഓക്കെ, സ്പീക്ക് ചെയ്യാൻ പറ്റുന്ന സ്പോക്സ് പേഴ്സൺ ആയിരിക്കണം, വക്താവായിരിക്കണം. ഇൻഫർമേഷണൽ റോൾസിൽ വരുന്നതാണ്. അപ്പൊ അതിനകത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ഇൻഫർമേഷണൽ റോൾസ് റിലേറ്റഡ് ടു അഡ്മിനിസ്ട്രേഷൻ? ഏതാണ് ഇൻഫർമേഷണൽ റോൾസിൽ വരുന്ന? ഏതാ? മോണിറ്റർ, ഡിസെമിനേറ്റർ, സ്പോക്സ് പേഴ്സൺ. പിന്നെ അടുത്തതാണ് ഡിസിഷണൽ റോൾസ്. ഡിസിഷണൽ റോൾസ് തീരുമാനപരമായിട്ടുള്ള വേഷങ്ങൾ. റോൾ എന്താണ്? ഡിസിഷണൽ റോൾസ്. എന്റർപ്രീനിയർ, ഒരു സംരംഭകനായിരിക്കണം, എന്റർപ്രീനിയർ. ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ, ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം. Then റിസോഴ്സ് അലോക്കേറ്റർ, റിസോഴ്സുകൾ അനുവദിക്കുന്ന ആളായിരിക്കണം, അത് വേണ്ട വിഭവങ്ങള് അനുവദിക്കുന്ന ആളായിരിക്കണം, അലോക്കേറ്റ് ചെയ്യുന്ന ആളായിരിക്കണം, റിസോഴ്സ് അലോക്കേറ്റർ. അടുത്ത് നോക്കിയേ, നെഗോഷിയേറ്റർ. നെഗോഷിയേറ്റർ ആരാ? ചർച്ചാക്കാരൻ, നല്ലൊരു ചർച്ചാക്കാരനായിരിക്കണം, നെഗോഷിയേറ്റർ.
ഓക്കെ, അപ്പൊ അവിടെ നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് റോൾസിൽ വരുന്നത് ഏതെല്ലാം മൂന്നെണ്ണം നോക്കി വെക്കുക. ഇന്റർപേഴ്സണൽ റോൾസ്, ഇൻഫർമേഷണൽ റോൾസ്, ഡിസിഷണൽ റോൾസ്. ഇനി ഓരോന്നിലും ഇന്റർപേഴ്സണൽ റോൾസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്? ഫിഗർ ഹെഡ്, ലീഡർ, ലിയേസൺ. ഇൻഫർമേഷണൽ റോൾസിൽ മോണിറ്റർ, ഡിസിമിനേറ്റർ ആൻഡ് സ്പോക്സ് പേഴ്സൺ. ദെൻ ഡിസിഷണൽ റോൾസിൽ വരുന്നതാണ് ഫിഗർ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തലവൻ, ഹെഡ് ആയിരിക്കണം, ഒരു തലവനായിരിക്കണം ഫിഗർ ഹെഡ്. ഓക്കെ, അടുത്തത് ഡിസിഷണൽ റോൾസിൽ എന്റർപ്രീനിയർ എന്ന് പറഞ്ഞാൽ സംരംഭകൻ, ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ, ഡിസ്റ്റർബൻസ് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആള്, കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന പ്രശ്നങ്ങള്, പ്രോബ്ലംസ് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഇതായിരിക്കണം. ദെൻ റിസോഴ്സ് അലോക്കേറ്റർ, ഹോസ്പിറ്റലിലേക്ക് വേണ്ട വിഭവങ്ങൾ അലോക്കേറ്റ് ചെയ്യുന്ന ആളായിരിക്കണം. ദെൻ നെഗോഷിയേറ്റർ, നല്ലൊരു ചർച്ചാക്കാരനായിരിക്കണം. നെഗോഷിയേറ്റർ, ഓക്കെ, ചർച്ചാക്കാരൻ. ഇനി അടുത്ത നോക്കിയേ, എന്തൊക്കെയാണ് സ്കിൽസ് നോക്കിയേ. സ്കിൽസ് നീഡഡ്, എന്തൊക്കെ സ്കില്ലുകൾ വേണം ഒരു അഡ്മിനിസ്ട്രേറ്ററിന്, എന്തൊക്കെ കഴിവുകളാണ് വേണ്ടത്? ടെക്നിക്കൽ സ്കിൽസ്, ഹ്യൂമൻ സ്കിൽസ്, കോൺസെപ്ച്വൽ സ്കിൽസ്. ടെക്നിക്കൽ സ്കിൽസ്, ഹ്യൂമൻ സ്കിൽസ്, കോൺസെപ്ച്വൽ സ്കിൽസ്. ഓക്കെ, എന്താണ് ടെക്നിക്കൽ സ്കിൽസ് എന്ന് പറഞ്ഞാൽ? നോളജ് ആൻഡ് എന്റർപ്രൈസ് ഇൻ എ സ്പെസിഫിക് ഫീൽഡ്. നോളജ്, നല്ലൊരു അറിവ് വേണം. എന്റർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വൈവിധ്യം ഉണ്ടായിരിക്കണം ആ ഒരു പ്രത്യേക ഫീൽഡിൽ. അതായത് അഡ്മിനിസ്ട്രേഷൻ, ആ ഹോസ്പിറ്റലിന്റെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങള് ആ പ്രത്യേക മേഖലയില് നല്ല അറിവും വൈവിധ്യവും ഉള്ള ആളായിരിക്കണം, എക്സ്പേർട്ട് ആയിരിക്കണം. നോളജ് ആൻഡ് എക്സ്പെർട്ടൈസ് ഇൻ എ സ്പെസിഫിക് ഫീൽഡ്, ആ ഒരു പ്രത്യേക മേഖലയില് നല്ല അറിവും വൈവിധ്യമുള്ള ആളായിരിക്കണം. ഓക്കെ, എക്സ്പേർട്ട് ആയിരിക്കണം. ഹ്യൂമൻ സ്കിൽസിൽ വരുന്ന നോക്കിയേ, ദ പൊട്ടൻഷ്യൽ ടു വർക്ക് വെൽ വിത്ത് അതർ പീപ്പിൾ, മറ്റുള്ളവരുമായിട്ട് നന്നായി പ്രവർത്തിക്കാൻ ഒരു കഴിവ് വേണം. പൊട്ടൻഷ്യൽ ടു വർക്ക് വെൽ വിത്ത് അതർ പീപ്പിൾ, മറ്റുള്ള ആളുകളുമായിട്ട് നന്നായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ് വേണം. അടുത്തതാണ് കൺസെപ്ച്വൽ സ്കിൽസ്. കൺസെപ്ച്വൽ, CONCEPTUAL, conceptual skills, which are the capacity to think and get states about abstract and complex situation which concerns the organization. അതായത് ഒരു നമ്മുടെ ഒരു സ്ഥാപനത്തെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിനെ ബാധിക്കുന്ന സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങള്, അബ്സ്ട്രാക്ട് ആൻഡ് കോംപ്ലക്സ് സിറ്റുവേഷൻ. അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ നിഗൂഢമായ അബ്സ്ട്രാക്ട്, നിഗൂഢമായിട്ടുള്ള സങ്കീർണമായിട്ടുള്ള സിറ്റുവേഷൻസ്, ആ സാഹചര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനും അതേക്കുറിച്ച് മനസ്സിലാക്കാനുമുള്ള കഴിവ് വേണം. ചിന്തിക്കാനും അതേക്കുറിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. The capacity to think, ചിന്തിക്കാനും അത് മനസ്സിലാക്കാനുമുള്ള ഒരു കഴിവ് വേണം. എന്തിനെ കുറിച്ച്? അബ്സ്ട്രാക്ട് ആൻഡ് കോംപ്ലക്സ് സിറ്റുവേഷൻ, നിഗൂഢമായിട്ടുള്ള സങ്കീർണമായിട്ടുള്ള സിറ്റുവേഷൻസ്, അതേക്കുറിച്ച് ചിന്തിക്കാനും അത് കാണാനുള്ള ഒരു കഴിവ് വേണം. ഇനി അത് മൂന്ന് നോക്കാട്ടെ, സ്കിൽസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കി വെച്ചാൽ മതി. ടെക്നിക്കൽ, ഹ്യൂമൻ, കോൺസെപ്ച്വൽ സ്കിൽസ്. ഇനി നെക്സ്റ്റ് ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഒരു പാരഗ്രാഫ് ആയിട്ടാണ് തന്നേക്കണത്, ഒന്ന് വായിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് ഓൾ അബൌട്ട് റണ്ണിംഗ് ദ ഡിപ്പാർട്ട്മെന്റ് ഇൻ എ സ്മൂത്ത് മാനർ. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റല് നല്ല സുഗമമായി നടത്തിക്കൊണ്ട് പോകുക, അതാണ് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിന്റെ ഭരണമാണ് അല്ലെ. ഈസ് ഓൾ അബൌട്ട് റണ്ണിംഗ് ദ ഡിപ്പാർട്ട്മെന്റ് ഇൻ എ സ്മൂത്ത് മാനർ. എങ്ങനെയായിരിക്കണം? നല്ല സുഗമമായ രീതിയിലായിരിക്കണം. നല്ല സുഗമമായ രീതിയിൽ ഡിപ്പാർട്ട്മെന്റ് നടത്തിക്കൊണ്ട് പോകുക, അതാണ് എന്ത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിന്റെ ഭരണമാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. ഡാഷീസ് എന്ന് പറഞ്ഞുകൊണ്ട് തരാം.
ഡിപ്പാർട്ട്മെന്റ് നന്നായിട്ട് നടത്തിക്കൊണ്ട് പോവുക, സുഗമമായി നടത്തിക്കൊണ്ട് പോവുക. Although some roles may involve direct patient care, many hospital administrators maintain little to no patient contact. Contact. ഇനി അവർക്കുടെ ആ റോളുകളില് ഈ നേരിട്ടുള്ള പേഷ്യന്റ് കെയർ ഉൾപ്പെടാമെങ്കിലും എന്താണ് പല അഡ്മിനിസ്ട്രേറ്റർമാരും പേഷ്യന്റുമായിട്ട് അധികം സമ്പർക്കം പുലർത്തുന്നില്ല. ഡയറക്റ്റ് പേഷ്യന്റ് കെയർ അവർക്കുടെ ആ റോളിൽ വരുന്നുണ്ടെങ്കിൽ പോലും എന്താണ് നേരിട്ട് പേഷ്യന്റുമായിട്ട് വളരെ കുറച്ച് സമ്പർക്കം മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ. Administrator maintain little to no patient contact. വളരെ കുറച്ച് സമ്പർക്കം മാത്രം, അതായത് ഡയറക്റ്റ് അല്ല. എന്നുവെച്ചാൽ പേഷ്യൻസിന് വേണ്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ചെയ്തു കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള അപ്പൊ ഡോക്ടറിന് അല്ലെങ്കിൽ നേഴ്സിന്, ഫാർമസി എല്ലാ ഇതിനും പേഷ്യന്റ് നല്ലൊരു ക്വാളിറ്റി സർവീസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ബാക്കിൽ നിന്ന് എല്ലാത്തിനും എന്താ പറയാ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക. അല്ലാതെ നേരിട്ട് പേഷ്യന്റ് കെയർ അല്ലെങ്കിൽ പേഷ്യന്റുമായിട്ട് അധികം കോണ്ടാക്ട് ഈ അഡ്മിനിസ്ട്രേറ്റർമാര് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. They have a variety of responsibilities. ഇനി അവർക്ക് പലതരത്തിലുള്ള റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ലൈക്ക് മാനേജിങ് ഫിനാൻസ്, ഫിനാൻസ് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക. എൻഷുറിംഗ് ദ ഡിപ്പാർട്ട്മെന്റ് മീൻസ് റെഗുലേറ്ററി നീഡ്സ്, ഡിപ്പാർട്ട്മെന്റിന്റെ നിയന്ത്രിതമായിട്ടുള്ള ആവശ്യങ്ങളും അത് എന്ത് ചെയ്യുക, പാലിക്കുക, മീറ്റ് ചെയ്യുക. ആൻഡ് ഹയറിംഗ് ഹൈ ക്വാളിറ്റി സ്റ്റാഫ്, ഹൈ ക്വാളിറ്റി സ്റ്റാഫിനെ ഹയർ ചെയ്യുക, നിയമിക്കുക. ഇത് മൂന്നും നമ്മൾ പല റെസ്പോൺസിബിലിറ്റി വരുന്നുണ്ട്. എങ്കിലും ഓരോന്നും പഠിക്കുമ്പോൾ അതിന്റെ ഒപ്പം നോട്ട് ചെയ്തിടുക. അപ്പൊ എന്തൊക്കെയാ അവിടെ നമുക്ക് പഠിക്കാനുള്ളത്? ഇതൊക്കെ കാര്യങ്ങൾ. മാനേജിങ് ഫിനാൻസ്, ലൈക്ക് മാനേജിങ് ഫിനാൻസ്, എൻഷുറിംഗ് ദ ഡിപ്പാർട്ട്മെന്റ് നീഡ്സ് ആൻഡ് റെഗുലേറ്ററി നീഡ്സ്, ആൻഡ് ഹയറിംഗ് ഹൈ ക്വാളിറ്റി സ്റ്റാഫ്. അത് മൂന്നും അണ്ടർലൈൻ ചെയ്തേ. അങ്ങനെ തന്നെ തന്നിട്ട് നമുക്ക് ആർക്കുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് ചോദിച്ചാലും നമ്മൾ എഴുതണം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഒരു റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. ഇനി അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. മാനേജിങ് ഫിനാൻസ്, then ensuring the department needs and the regulatory needs, and hiring ചെയ്യാന്ന് വെച്ചാൽ നിയമിക്കുക. ഹൈ ക്വാളിറ്റി സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയിലുള്ള സ്റ്റാഫിനെ നിയമിക്കുക. This professional can find work in a variety of healthcare organization. പലതരത്തിലുള്ള ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിൽ ഇവർക്ക് എന്ത് ചെയ്യാം, വർക്ക് ചെയ്യാം, അവർക്ക് ജോലി കണ്ടെത്താനാകും. വിച്ച് കൺസിസ്റ്റ് ഓഫ് ഹോസ്പിറ്റലുകളില്, ക്ലിനിക്കില്, കോർപ്പറേഷൻസ് ആൻഡ് ഗവൺമെന്റ് ഏജൻസീസ് തുടങ്ങിയവിടങ്ങളിൽ അവർക്ക് ജോലി കണ്ടെത്താൻ പറ്റും. ഓക്കെ. This professional can find work in variety of healthcare organization which consist of head of hospital, clinic, corporations and government agencies. തുടങ്ങിയ പലതരത്തിലുള്ള ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിൽ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ജോലി കണ്ടെത്താൻ പറ്റും. അതുകൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തു അവിടെ. ഇനി നെക്സ്റ്റ് പാരഗ്രാഫില് hospital administrator coordinate all the department within a healthcare facility to make sure that they function as a whole. മൊത്തത്തില് എന്താണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഒരു ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ? കോർഡിനേറ്റ് ഓൾ ദ ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും ഏകോപിപ്പിക്കുക, കോർഡിനേറ്റ് ചെയ്യുക. എന്തിനു വേണ്ടി? ടു മേക്ക് ഷുവർ ദാറ്റ് ദേ ഫങ്ഷൻ ആസ് എ ഹോൾ. മൊത്തത്തിൽ ആ ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്, മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ ഉള്ളിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും കോർഡിനേറ്റ് ചെയ്യുക. ഡാഷ് കോർഡിനേറ്റ്, അത് അങ്ങനെ ചോദിക്കാം. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടോ. ഓൾ ദ ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. അങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആരാണ് കോർഡിനേറ്റ് ചെയ്യേണ്ടത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്.
Their proficiency is needed to execute, plan, organize, direct and monitor the outcome of medical and health service. Their proficiency, അവർക്കുടെ പ്രാവീണ്യം എന്തിനാവശ്യമാണ്? പ്രാവീണ്യം എന്തിനാവശ്യമാണ്? എക്സിക്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ നിർവഹിക്കുക. എക്സിക്യൂട്ട് നിർവഹിക്കുക. Then plan, ആസൂത്രണം ചെയ്യുക. Then organize, സംഘടിപ്പിക്കുക. Direct, ഒരു ഡയറക്ഷൻ കൊടുക്കുക. And to monitor ചെയ്യാന്ന് വെച്ചാൽ നിരീക്ഷിക്കുക. The outcome of medical health service, മെഡിക്കൽ ഹെൽത്ത് സർവീസിന്റെ ഔട്ട്കം മോണിറ്റർ ചെയ്യാൻ, ഡയറക്റ്റ് ചെയ്യാൻ, ഓർഗനൈസ് ചെയ്യാൻ, പ്ലാൻ ചെയ്യാൻ, എക്സിക്യൂട്ട് ചെയ്യാൻ, അത് നിർവഹിക്കാനും ഒക്കെ അവർക്കുടെ ആ പ്രാവീണ്യം ആവശ്യമാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ പ്രൊഫിഷ്യൻസി, പ്രാവീണ്യം ആവശ്യമാണ്. എന്തിന്? ഹോസ്പിറ്റലിലെ ആ സർവീസിന്റെ, മെഡിക്കൽ ഹെൽത്ത് സർവീസ്, അതിന്റെ ഒരു ഔട്ട്കം, അതിന്റെ റിസൾട്ട്, അത് നമ്മൾ മോണിറ്റർ ചെയ്യാൻ, ഡയറക്റ്റ് ചെയ്യാൻ, ഓർഗനൈസ് ചെയ്യാൻ, പ്ലാൻ ചെയ്യാൻ, എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ അവർക്കുടെ പ്രൊഫിഷ്യൻസി, പ്രാവീണ്യം ആവശ്യമാണ്. The role of the hospital administrator differ from one institution to the next. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് മാറുമ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾസിൽ വ്യത്യാസം വരാം. The roles of the hospital administrator differ from one institution to next. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് മറ്റു ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കില്ല ചിലപ്പോൾ വേറെ ഹോസ്പിറ്റലില് ആ റോൾസിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം. Then the duties most often include, അവരുടെ ചുമതലകളിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞേക്കുന്നത്. ഈ 5 പോയിന്റ് ഉണ്ട്. അതില് ഈ ഡ്യൂട്ടീസിൽ ഇൻക്ലൂഡ് ചെയ്യണത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിക്കാം കേട്ടോ. അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഡ്യൂട്ടീസിൽ ഇൻക്ലൂഡ് ചെയ്യണത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്. ഒന്നാമത്തെ എന്താ പറഞ്ഞേക്കുന്ന ഡ്യൂട്ടീസ് ആണ് കേട്ടോ. Then the duties most often include, അവരുടെ ഡ്യൂട്ടീസില്, ചുമതലകളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞേക്കുന്നത്. Serving as contact among governing board, medical staff and department head. ഈ ഒരു എന്താ പറയാ, ഒരു കോണ്ടാക്ട് ആരൊക്കെ തമ്മിൽ, ഗവേണിംഗ് ബോർഡ്, മെഡിക്കൽ സ്റ്റാഫുകള്, ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എന്നിവർക്കിടയിൽ ഒരു സമ്പർക്കം പുലർത്തുക. ഗവേണിംഗ് ബോർഡുകള്, മെഡിക്കൽ സ്റ്റാഫ്, ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എന്നിവർക്കിടയിൽ ഒരു കോണ്ടാക്ട്, ഒരു സമ്പർക്കം പുലർത്തുക. Then recruiting, hiring and assessing nurses, doctors and assistant administrators. Recruit ചെയ്യാന്ന് വെച്ചാൽ റിക്രൂട്ട്മെന്റ്, നിയമന പ്രക്രിയയാണ് റിക്രൂട്ട്മെന്റ്. ഇപ്പൊ ഒരു സ്ഥാപനത്തില് വേക്കൻസി ഉണ്ട്, അതിന് വേണ്ടിയിട്ട് റിക്രൂട്ട്മെന്റുകൾ നടത്തും അല്ലെ. ഹയറിംഗ് എന്ന് വെച്ചാൽ നിയമിക്കുക. ആൻഡ് അസസിംഗ് നേഴ്സസ്, അസസ് ചെയ്യുക, വിലയിരുത്തുക. നേഴ്സിനെ, ഡോക്ടറിനെ, അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ റിക്രൂട്ട് ചെയ്യുക, അവരെ നിയമിക്കുക, അസസ് ചെയ്യുക, അവരെ വിലയിരുത്തുക എന്നുള്ള ഡ്യൂട്ടി ഉണ്ട്. ഓക്കെ. Next, organizing, directing, controlling and coordinating services as directed by the hospital board. Hospital board നിർദ്ദേശിച്ച പ്രകാരം, ഹോസ്പിറ്റൽ ബോർഡ് നിർദ്ദേശിച്ച പ്രകാരം സർവീസുകള് എന്ത് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, സംഘടിപ്പിക്കുക, ഡയറക്റ്റ് ചെയ്യുക, അതിനൊരു ഡയറക്ഷൻ കൊടുക്കുക, കൺട്രോൾ ചെയ്യുക, ആൻഡ് കോർഡിനേറ്റ്, ഏകോപിപ്പിക്കുക. എന്തനുസരിച്ച്? ഹോസ്പിറ്റൽ ബോർഡ് നിർദ്ദേശിച്ച പ്രകാരം ഓർഗനൈസ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, അതിനെ കൺട്രോൾ ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക, ഏകോപിപ്പിക്കുക സർവീസിനെ, സേവനങ്ങളെ. അടുത്ത നോക്കിയ നാലാമത്തെ, സൂപ്പർവൈസിംഗ് ദ ക്രിയേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് പ്രോഗ്രാംസ് ആൻഡ് പോളിസീസ് ഫോർ പേഷ്യന്റ് സർവീസസ്, quality assurance, public relation outreach and department activities. Supervising the creation and implementation of program and policies. അത്രയൊന്നായിട്ട് വരെ ചെയ്തിട്ടാൽ മതി, ഫുള്ളായിട്ട് പഠിക്കണമെന്നില്ല.
ഇനി സൂപ്പർവൈസ് ചെയ്യാന്ന് വെച്ചാൽ മേൽനോട്ടം വഹിക്കുക. എന്താണ്? The creation and implementation of programs and policies. പോളിസി ക്രിയേറ്റ് ചെയ്യാൻ, അത് ഇംപ്ലിമെന്റ് ചെയ്യാന്ന് വെച്ചാൽ നടപ്പിലാക്കുക, ഇംപ്ലിമെന്റ് ചെയ്യുക. അത് ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ സൃഷ്ടിക്കുക. അത് സൃഷ്ടിക്കുന്നതിനും ഇംപ്ലിമെന്റ് നടപ്പിലാക്കുന്നതിനും എന്ത്? പ്രോഗ്രാമുകളും പോളിസി. ആർക്ക് വേണ്ടി? ഫോർ ദ പേഷ്യന്റ് സർവീസ്, ക്വാളിറ്റി അഷുറൻസ്, ക്വാളിറ്റി ഉറപ്പുവരുത്തുന്ന വേണ്ടി, പബ്ലിക് റിലേഷൻ ആൻഡ് ഡിപ്പാർട്ട്മെന്റൽ ആക്ടിവിറ്റീസ് എന്നിവയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഈ പ്രോഗ്രാമുകളും പോളിസികളും അതിനെ ക്രിയേറ്റ് ചെയ്യുക, അതിനെ സൃഷ്ടിക്കുക, അത് നടപ്പിലാക്കുക, അതിനെല്ലാം എന്ത് ചെയ്യുക? സൂപ്പർവൈസ് ചെയ്യുക, അതിനുള്ള മേൽനോട്ടം വഹിക്കുക. സൂപ്പർവൈസിംഗ് ദ ക്രിയേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് പ്രോഗ്രാംസ് ആൻഡ് പോളിസീസ്. അത്രയും അണ്ടർലൈൻ ചെയ്താൽ മതി. അടുത്ത് നോക്കി ലാസ്റ്റ് പോയിന്റ്, അഡ്വാൻസിങ് ആൻഡ് എക്സ്പാൻഡിങ് പ്രോഗ്രാംസ് ആൻഡ് സർവീസസ് ഫോർ സയന്റിഫിക് റിസർച്ച് ആൻഡ് പ്രിവെന്റീവ് മെഡിസിൻ റിസർച്ച് ഹോസ്പിറ്റൽസ്. അടുത്ത് നോക്കിയ ലാസ്റ്റത്തെ, അഡ്വാൻസിങ്, മുന്നേറുക, ഡെവലപ്പ് ചെയ്യുക, വികസിപ്പിക്കുക. അഡ്വാൻസിങ് ആൻഡ് എക്സ്പാൻഡിങ്, എക്സ്പാൻഡ് ചെയ്യുക, വികസിപ്പിക്കുക, ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. അഡ്വാൻസിങ് ആൻഡ് എക്സ്പാൻഡിങ് പ്രോഗ്രാംസ് ആൻഡ് സർവീസസ്, പ്രോഗ്രാമുകള്, സർവീസുകള് എന്തിനു വേണ്ടി? ഫോർ സയന്റിഫിക് റിസർച്ച് ആൻഡ് പ്രിവെന്റീവ് മെഡിസിൻ, ശാസ്ത്രീയമായിട്ടുള്ള ഗവേഷണത്തിനും പ്രിവെന്റീവ് മെഡിസിനും വേണ്ടിയുള്ള പ്രോഗ്രാമുകള്, സർവീസുകള്, അതിലെല്ലാം മുന്നേറുക, അതിനെ വികസിപ്പിക്കുക, ഡെവലപ്പ് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക. അഡ്വാൻസിങ് ആൻഡ് എക്സ്പാൻസിങ് പ്രോഗ്രാംസ് ആൻഡ് സർവീസസ്. അത്രയും ഒന്ന് നോട്ട് ചെയ്തിട്ടാലും മതി. എന്തിനു വേണ്ടി? സയന്റിഫിക് റിസർച്ച് ആൻഡ് പ്രിവെന്റീവ് മെഡിസിൻ എന്നിവയ്ക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമുകളിലും സേവനങ്ങളിലും മുന്നേറുകയും അത് വികസിപ്പിക്കുകയും ചെയ്യുക, ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുക. അപ്പൊ അത്രയാണ്. അപ്പൊ ഇതിനകത്ത് വേറെ ബൈഹാർട്ട് ചെയ്യേണ്ട. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഡ്യൂട്ടീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്? ഒന്നാമത്തെ എന്താ പറഞ്ഞ? ഗവേണിംഗ് ബോർഡുകള്, മെഡിക്കൽ സ്റ്റാഫ്, ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എന്നിവർക്കിടയിൽ സമ്പർക്കം പുലർത്തുക. ഇനി ഡോക്ടർമാരെ, നേഴ്സുമാരെ, അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർമാരെ റിക്രൂട്ട് ചെയ്യുക, ഹയർ ചെയ്യുക, അവരെ അസസ് ചെയ്യുക, അവരെ വിലയിരുത്തുക. അടുത്തത് എന്താ പറഞ്ഞേക്കുന്നത്? ഹോസ്പിറ്റൽ ബോർഡ് നിർദ്ദേശിച്ച പ്രകാരം സർവീസ് ഓർഗനൈസ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, അതിനെ കോർഡിനേറ്റ് ചെയ്യുക, ഏകോപിപ്പിക്കുക. പിന്നെ അടുത്തത് പറഞ്ഞത് പ്രോഗ്രാംസ് ആൻഡ് പോളിസീസ്, അല്ലെ? അത് സൃഷ്ടിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും എന്ത് ചെയ്യുക? അതിന് മേൽനോട്ടം വഹിക്കുക, സൂപ്പർവൈസ് ചെയ്യുക. അടുത്ത നോക്കിയേ, അഡ്വാൻസിങ് ആൻഡ് എക്സ്പാൻസിങ് പ്രോഗ്രാംസ് ആൻഡ് സർവീസസ്, പ്രോഗ്രാമുകള്, സേവനങ്ങള് ഇതൊക്കെ വികസിപ്പിക്കുകയും അതില് മുന്നേറുകയും ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയോ? 5 പോയിന്റ്സ്. അത് അതിനകത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഡ്യൂട്ടീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഈ ഡ്യൂട്ടീസിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിക്കാം കേട്ടോ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി അഥവാ ഓരോന്നും എടുത്തിട്ട് ഡ്യൂട്ടി ഈസ് ദിസ് എന്ന് ചോദിച്ചാലും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്, അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ആണ് എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. 5 പോയിന്റ്സ് നോട്ട് ചെയ്തിട്ട് അവിടെ. ഇനി നെക്സ്റ്റ് നോക്കി, hospital അടുത്തൊരു പാരഗ്രാഫ് ആട്ടോ. Hospital administrator have to stay currently on any laws and regulation that affect the health care or hospital industry, then as well as medical and technological progress. ഈ നമ്മുടെ ഒരു എന്താ മെഡിക്കൽ ടെക്നോളജിക്കൽ പ്രോഗ്രസ്, ഒരു ഹോസ്പിറ്റലിന്റെ ഒരു പരിപാലനത്തെയോ ആ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയിലെയൊക്കെയോ അതിനെയൊക്കെ അതുപോലെയുള്ള വൈദ്യശാസ്ത്രവും സാങ്കേതികപരമായിട്ടുള്ള ആ ഒരു
പുരോഗതി, മെഡിക്കൽ ആൻഡ് ടെക്നോളജിക്കൽ പ്രോഗ്രസ്, അതിനെയൊക്കെ ബാധിക്കുന്ന എന്തെങ്കിലും നിയമങ്ങളിലും ചട്ടങ്ങളിലും ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് സ്റ്റേ ചെയ്യണം, നിലകൊള്ളണം. ഹെൽത്ത് കെയറിനെയോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിനെയോ, ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി, ഹെൽത്ത് കെയറിനെയോ ഒരു ഹോസ്പിറ്റൽ ഇൻഡസ്ട്രീനെയൊക്കെ ബാധിക്കുന്ന, അതുപോലെ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രീനെയോ ആസ് വെൽ ആസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ, ആസ് വെൽ ആസ് മെഡിക്കൽ ആൻഡ് ടെക്നോളജിക്കൽ പ്രോഗ്രസ്, മെഡിക്കൽ ആയിട്ടുള്ള ടെക്നോളജി പുരോഗതിനെയൊക്കെ ബാധിക്കുന്ന അങ്ങനെ അതിനെ ബാധിക്കുന്ന നിയമങ്ങളിലും ചട്ടങ്ങളിലും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർ നിലനിൽക്കണം. അവരെങ്ങനെയാ, അവിടെ കറക്റ്റ് ലോസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, അതിനനുസരിച്ചായിരിക്കണം അവര് ഹോസ്പിറ്റലിലെ കാര്യങ്ങള് ചെയ്യേണ്ടത്. വെറുതെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹോസ്പിറ്റലിന്റെ ഭരണം എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നിയ രീതിയിലല്ല അവിടെ ചെയ്യുന്നത്. ഓരോ കാര്യങ്ങളും ചെയ്യാൻ കറക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പൊ ആ ഹോസ്പിറ്റൽ വ്യവസായത്തെ അല്ലെങ്കിൽ ആ ഹെൽത്ത് കെയറിനെ, മെഡിക്കൽ ടെക്നോളജിക്കൽ പ്രോഗ്രസ്, ഇതിനെയൊക്കെ ബാധിക്കുന്ന ലോസിലും റെഗുലേഷൻസ്, നിയമങ്ങളിലും നിയന്ത്രണങ്ങളിലും ഒക്കെ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് നിലനിൽക്കണം. ആസ് എ ബിസിനസ് ലീഡർ ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മസ്റ്റ് ഓവർസീസ്. അതൊന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. ഒരു ബിസിനസ് ലീഡർ എന്ന നിലയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് ഈ കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കണം. ആസ് എ ബിസിനസ് ലീഡർ അങ്ങനെ തന്നെ നോട്ട് ചെയ്തോളെ. ആസ് എ ബിസിനസ് ലീഡർ ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മസ്റ്റ് ഓവർസീസ്. എന്നിട്ട് ഒരു ഡാഷ് ഇടും. ഡാഷ് എന്തൊക്കെ കാര്യങ്ങളാ അവര് ഒരു ബിസിനസ് ലീഡർ എന്ന നിലയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് മേൽനോട്ടം വഹിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാ? ലോങ് ടേം പ്ലാനിങ്, ദീർഘകാലാസൂത്രണം. ലോങ് ടേം പ്ലാനിങ്, ദീർഘകാല ആസൂത്രണം. ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ബഡ്ജറ്റ്, പ്രവർത്തന ലക്ഷ്യങ്ങളും ബഡ്ജറ്റുകളും. ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ്സ്, ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ബഡ്ജറ്റ്സ്. ലക്ഷ്യങ്ങളും ബഡ്ജറ്റും ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുക, പ്രവർത്തിപ്പിക്കുക. പ്രവർത്തന ലക്ഷ്യങ്ങളും ബഡ്ജറ്റുകളും ഒക്കെ. The systematic delivery of medical services, മെഡിക്കൽ സർവീസിന്റെ ചിട്ടയായിട്ടുള്ള വിതരണം. സിസ്റ്റമാറ്റിക് ഡെലിവറി, സിസ്റ്റമാറ്റിക് ഡെലിവറി ഓഫ് മെഡിക്കൽ സർവീസസ്, മെഡിക്കൽ സർവീസിന്റെ ചിട്ടയായിട്ടുള്ള വിതരണം. Then ഫിനാൻഷ്യൽ റിപ്പോർട്ട്, സാമ്പത്തിക റിപ്പോർട്ടുകള്, അതിനെ എന്ത് ചെയ്യണം? മേൽനോട്ടം വഹിക്കണം. Then hospital policy change, ഹോസ്പിറ്റൽ പോളിസിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങള്, അതിനെ മേൽനോട്ടം വഹിക്കണം. അപ്പൊ അവിടെയും 5 പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ സെന്റൻസ് അതുപോലെ തന്നെ നിങ്ങൾ നോട്ട് ചെയ്തിടുക. ആസ് എ ബിസിനസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് ആ പോയിന്റ്സ്. ആസ് എ ബിസിനസ് ലീഡർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മസ്റ്റ് ഓവർസീസ്. എന്തൊക്കെ കാര്യങ്ങൾ ഒരു ബിസിനസ് ലീഡർ എന്ന നിലയിലും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് എന്തൊക്കെ കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കണം? ലോങ് ടേം പ്ലാനിങ്, operating objectives and the budget, the systematic delivery of medical services, financial report, hospital policy changes. Financial report, hospital policy changes. Okay, 5 points കുഞ്ഞതാണ്, അതൊന്ന് നോട്ട് ചെയ്തിട്ടോട്ടോ അവിടെ. അടുത്ത് നോക്കിയ their strong interpersonal skills are needed. അവർക്കുടെ ശക്തമായിട്ടുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള കഴിവുകള് are needed when overseeing. Overseeing എന്ന് പറഞ്ഞാൽ മേൽനോട്ടം വഹിക്കുക. And mentoring, mentoring എന്ന് പറഞ്ഞാൽ മാർഗനിർദ്ദേശം. Staff interacting with the community and cooperating with the governing board.
എന്താ അവർക്കിടെ സ്ട്രോങ് ഇന്റർപേഴ്സണൽ സ്കിൽസ് ആർ നീഡഡ്. എന്തിനാ? when overseeing and mentoring staff, interacting with the community and cooperating with the governing board. ഒരു കമ്മ്യൂണിറ്റിയുമായിട്ട് ഒരു സമൂഹമായി ഇടപെടുന്ന സ്റ്റാഫിനെ, ഇന്ററാക്ട് ചെയ്യുന്ന സ്റ്റാഫിനെ, ഒരു കമ്മ്യൂണിറ്റിയുമായിട്ട് ഇടപെടുന്ന ആ ജീവനക്കാരെ മേൽനോട്ടം വഹിക്കുന്നതിനും അവർക്ക് വേണ്ട മാർഗനിർദ്ദേശം നൽകുകയും അതുപോലെ നമ്മുടെ നമ്മുടെ ഭരണസമിതിയുമായിട്ട് സഹകരിക്കുകയും ചെയ്യുമ്പോൾ എന്താ അവർക്കിടെ ആ ശക്തമായ ഒരു വ്യക്തിഗത കഴിവുകള് ആവശ്യമാണ്. ഓക്കെ, their strong interpersonal skills are needed. When overseeing and mentoring staff, interacting with the community and cooperating with the governing board. ഒരു കമ്മ്യൂണിറ്റിയുമായി ഇടപെടുന്ന സ്റ്റാഫിനെ അവർക്ക് വേണ്ട മേൽനോട്ടം വഹിക്കുകയും അവർക്ക് വേണ്ട മാർഗനിർദ്ദേശം കൊടുക്കുകയും അതുപോലെ ഭരണസമിതിയുമായിട്ട് ഗവേണിംഗ് ബോർഡുമായിട്ട് സഹകരിക്കുന്നതിന് എന്ത് വേണം? അവരുടെ സ്ട്രോങ് ഇന്റർപേഴ്സണൽ സ്കിൽസ് ആവശ്യമാണ്. ഇനി അടുത്തത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ജോബ്സ് ആണ് പറയുന്നത്. ഇനി ഹോസ്പിറ്റലിന് മാത്രമാണോ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ? ഹോസ്പിറ്റലിന് കൂടാതെ മറ്റുള്ള സ്ഥലങ്ങളിലും ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് വർക്ക് ചെയ്യാം. അത് ഏതൊക്കെയാണ്? അതാണ് കൊടുത്തേക്കുന്നത്. ഇതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ബിസൈഡ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന് പുറമേ അല്ലെങ്കിൽ ഹോസ്പിറ്റലില് ഹോസ്പിറ്റലിലല്ലാതെ beside two hospitals, which may range from small community hospital to massive multi-hospital system, this healthcare administrator may also work for. ചെറിയൊരു കമ്മ്യൂണിറ്റി ഹോസ്പിറ്റൽ മുതൽ വലിയ മൾട്ടി ഹോസ്പിറ്റൽ സിസ്റ്റം വരെയുള്ള ഈ ഹോസ്പിറ്റലിന് പുറമെ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഈ പറയുന്ന സ്ഥലങ്ങളിൽ കൂടി വർക്ക് ചെയ്യാം. ഹോസ്പിറ്റലിന് പുറമെ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഈ പറയുന്ന സ്ഥലങ്ങളിൽ കൂടി വർക്ക് ചെയ്യാം. എവിടെ? ചെറിയ കമ്മ്യൂണിറ്റി ഹോസ്പിറ്റൽ മുതൽ മൾട്ടി ഹോസ്പിറ്റൽ സിസ്റ്റം വരെയുള്ള ഹോസ്പിറ്റലുകൾക്ക് പുറമെ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർമാർക്ക്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് എവിടെ? ഈ പറയുന്ന സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യാം. എവിടെയൊക്കെയാന്നൊക്കെ? റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റീസ്, റീഹാബിലിറ്റേഷൻ പുനരധിവാസ സൗകര്യങ്ങള്, റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് ഒക്കെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചില്ലേ? പുനരധിവാസ കേന്ദ്രങ്ങള്, വയസ്സായ ആളുകളും ഒക്കെ ലാസ്റ്റ് സമയത്തൊക്കെ അവർക്ക് എന്റർടൈൻമെന്റ് കൊടുക്കാം അല്ലെ? കൂടുതല് അവർക്കടെ ആ ഹെൽത്തിന് നമ്മുടെ മെഡിസിൻസിനേക്കായി ഉപരിയായിട്ട് ഇനി അവർക്കടെ അവസാന നാളുകളിൽ മെഡിസിൻ പ്ലസ് എന്റർടൈൻമെന്റ്, അതാണ് റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ്, പുനരധിവാസ കേന്ദ്രങ്ങള്. അവിടെ വർക്ക് ചെയ്യാം. ആംബുലറ്ററി കെയർ സെന്റേഴ്സ്, ആംബുലറ്ററി കെയർ സെന്റർ എന്ന് പറഞ്ഞാൽ എന്താ? കെയർ പ്രൊവൈഡഡ് ബൈ ഔട്ട്സൈഡ് ദ ഔട്ട് പേഷ്യന്റിന് കൊടുക്കുന്നത് അല്ലെ? ഫെസിലിറ്റി പ്രൊവൈഡ് ഔട്ട് പേഷ്യന്റ്. ആംബുലറ്ററി കെയർ ഫെസിലിറ്റികളിൽ വർക്ക് ചെയ്യാം അവർക്ക്. എന്താ? ആംബുലറ്ററി കെയർ സെന്റേഴ്സ്. ആംബുലറ്ററി കെയർ സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമുക്ക് ഔട്ട് പേഷ്യന്റ് സെറ്റിംഗ്സിൽ കൊടുക്കേണ്ട ഡയഗ്നോസ്റ്റിക് സെന്റേഴ്സ് അല്ലെ? അങ്ങനെയുള്ള ടെസ്റ്റിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, മെഡിക്കൽ സർവീസസ്, ചെക്കപ്പുകൾ, ഡയഗ്നോസ്റ്റിക് സെന്റേഴ്സ്, അങ്ങനെ ഔട്ട് പേഷ്യന്റ് സർവീസ് അത് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ആംബുലറ്ററി കെയർ സെന്ററുകൾ. അവിടെ വർക്ക് ചെയ്യാം. ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസസ്, ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസസ്, ഹോസ്പിസ് സെന്റേഴ്സ്, ഹോസ്പിസ് അത് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചല്ലേ? ഹോസ്പിസ് സെന്റേഴ്സുകളിൽ വർക്ക് ചെയ്യാം. ദെൻ ഔട്ട് പേഷ്യന്റ് കെയർ ഫെസിലിറ്റീസിൽ വർക്ക് ചെയ്യാം. ഫിസിഷ്യന്റെ ഓഫീസിൽ വർക്ക് ചെയ്യാം. റെസിഡൻഷ്യൽ കെയർ ഫെസിലിറ്റികളിൽ വർക്ക് ചെയ്യാം. ഹോം ഹെൽത്ത് കെയർ സെന്റേഴ്സിൽ വർക്ക് ചെയ്യാം. വീട്ടിലൊക്കെ ചെന്നിട്ട് അല്ലേ? ഈ വീട്ടിലൊക്കെ നമ്മൾ ചെന്ന് അവർക്ക് സർവീസ് കൊടുക്കുന്നത്. ഹോം ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യാം. മാനേജ്ഡ് കെയർ ഓർഗനൈസേഷൻ, നിയന്ത്രണ പരിചരണ സംഘടനകള്, മാനേജ്ഡ് കെയർ ഓർഗനൈസേഷൻ. ഇവിടെയെല്ലാം ഏതാ? ഹോസ്പിറ്റലിന് പുറമെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് വർക്ക് ചെയ്യാം. വേറെ ഡീറ്റെയിൽ ഒന്നും വേണ്ട. അതിന്റെ പോയിന്റ്സുകൾ ആ സ്റ്റാർ ഇട്ട് വെച്ചിട്ടില്ലേ? ആ പോയിന്റ്സുകൾ നോക്കി വെക്കാം, എവിടേക്ക് വർക്ക് ചെയ്യാം എന്നുള്ളത്. അതൊന്ന് നോട്ട് ചെയ്യുന്നു കേട്ടോ.
എവിടെയൊക്കെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞേ? റീഹാബ് പേരുകൾ നോക്കി വെക്കാം. റീഹാബിലിറ്റേഷൻ സെന്റേഴ്സിൽ വർക്ക് ചെയ്യാം, ആംബുലേറ്ററി കെയർ സെന്റേഴ്സിൽ വർക്ക് ചെയ്യാം, ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസുകൾ ചെയ്യാം, ഹോസ്പിറ്റൽ സെന്റേഴ്സിൽ വർക്ക് ചെയ്യാം, ഔട്ട് പേഷ്യന്റ് കെയർ ഫെസിലിറ്റികളിൽ വർക്ക് ചെയ്യാം, ഫിസിഷ്യന്റെ ഓഫീസിൽ വർക്ക് ചെയ്യാം, റെസിഡൻഷ്യൽ കെയർ ഫെസിലിറ്റീസിൽ വർക്ക് ചെയ്യാം, ഹോം ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യാം, മാനേജ്ഡ് കെയർ ഓർഗനൈസേഷൻസ്, നിയന്ത്രണ പരിചരണ സംഘടനകള് ഇവിടെയും വർക്ക് ചെയ്യാം. അപ്പൊ ഈ ഒരു പേജില് നമ്മൾ രണ്ട് കാര്യങ്ങള്, നമ്മൾ രണ്ടല്ല, ഈ പോയിന്റ്സുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അതായത് ആദ്യം നമ്മൾ പറഞ്ഞത് ഡ്യൂട്ടീസ് ആണ്. 5 പോയിന്റ്സ് ആയിട്ട് ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. ബൈ ഹാർട്ട് ചെയ്യേണ്ട. ആ ഡ്യൂട്ടി കണ്ടു കഴിഞ്ഞാൽ ആർക്കടെയാണ്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണോ ഇൻക്ലൂഡ് ചെയ്യാത്തതാണോ, ആ പോയിന്റ്സ് നോട്ട് ചെയ്യണം. പിന്നെ അടുത്ത് നമ്മൾ പറഞ്ഞത് ഈ ഒരു ബിസിനസ് ലീഡർ എന്ന നിലയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർ എന്തൊക്കെ കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കണം അത് നോക്കണം. അതും 5 പോയിന്റ്സ് ആണ്. അതിൽ നോട്ട് ചെയ്ത് വയ്ക്കാം. പിന്നെ അടുത്തത് പറഞ്ഞത് അവര് ഈ ഹോസ്പിറ്റലിന് പുറമെ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് എവിടെയെല്ലാം വർക്ക് ചെയ്യാം, ഏതൊക്കെ സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്യാം, പേരുകൾ നോട്ട് ചെയ്ത് വെക്കണം. ഇനി അടുത്ത നോക്കിയേ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ larger facility may work in specific clinical areas like cardiology, surgery, neurology, obstetric and nephrology. ഇനി ലാർജർ ഫെസിലിറ്റിയിലുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് പ്രത്യേക ക്ലിനിക്കൽ ഏരിയകളിൽ വർക്ക് ചെയ്യണം. They work in specific clinical areas. പ്രത്യേക ക്ലിനിക്കൽ ഏരിയാസിൽ വർക്ക് ചെയ്യണത്. ഇതുപോലെ കാർഡിയോളജി എന്തുമായിട്ട് ബന്ധപ്പെട്ട? ഹാർട്ട് അല്ലെ, ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടല്ലേ കാർഡിയോളജി. സർജറി, ന്യൂറോളജി, നെർവ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് ന്യൂറോളജി സെക്ഷനില്. ഒബ്സ്ട്രിറ്റിക്സ് പ്രസവ ചികിത്സ, ഒബ്സ്ട്രിറ്റിക് ആൻഡ് നെഫ്രോളജി, വൃക്കാരോഗങ്ങള്, വൃക്കകള് അതൊക്കെ സംബന്ധിക്കുന്ന ഒരു ബ്രാഞ്ചാണ് നെഫ്രോളജി. ഇവിടെയെല്ലാം അങ്ങനെയുള്ള പ്രത്യേക ക്ലിനിക്കൽ ഏരിയാസിൽ വർക്ക് ചെയ്യാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അറ്റ് ലാർജർ ഫെസിലിറ്റി വർക്ക് എവിടെയാണ്? സ്പെസിഫിക് ക്ലിനിക്കൽ ഏരിയാസ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, സ്പെസിഫിക് ക്ലിനിക്കൽ ഏരിയാസ്. Hospital administrator at a larger facility may work in specific clinical areas. Underline ചെയ്തിട്ടോ ഏതൊക്കെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? cardiology, surgery, neurology, obstetrics and nephrology. Then hospital administrator at a smaller facility may supervise the different department. In smaller facility യിലുള്ള hospital administratorമാര് പല ഡിപ്പാർട്ട്മെന്റുകളെ സൂപ്പർവൈസ് ചെയ്യണം. They supervise the different department like finance, education, research and personal staff. അവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പല ഡിപ്പാർട്ട്മെന്റുകളിൽ വർക്ക് ചെയ്യണം. ആ 2 പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. ലാർജർ ഫെസിലിറ്റിയിലുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് സ്പെസിഫിക് ക്ലിനിക്കൽ ഏരിയയിൽ വർക്ക് ചെയ്യുന്നു. ദെൻ സ്മോളർ ഫെസിലിറ്റിയിലുള്ള അഡ്മിനിസ്ട്രേറ്റർമാര് മേ സൂപ്പർവൈസ് ദ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്. അതൊന്ന് നോട്ട് ചെയ്തിടാം. ഇതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ പഠിച്ചു പോകാം കേട്ടോ. സ്മോളർ ഫെസിലിറ്റിയിലുള്ള അഡ്മിനിസ്ട്രേറ്റർമാർ എന്ത് ചെയ്യുന്നു? മേ സൂപ്പർവൈസ് ദ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്. പല ഡിപ്പാർട്ട്മെന്റുകളെ മേൽനോട്ടം വഹിക്കേണ്ടി വരും. ഇനി നെക്സ്റ്റ് വരുന്നത് നോക്കിയേ, just a few of the titles hospital administrator may possess include. Hospital administrator മാർക്ക് ഈ പൊസിഷനുകൾ നിർവഹിക്കാം. നോട്ട് ചെയ്ത് വെച്ചാൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഈ താഴെ പറയുന്ന പൊസിഷൻ, ആ പൊസിഷനുകൾ നിർവഹിക്കാം. ആ ഒരു പൊസിഷനിലൊക്കെ അവർക്ക് ഇരിക്കാം. ഏതൊക്കെ പൊസിഷനാന്നൊക്കെ? just a few of the titles hospital administrator
ഡയറക്ടേഴ്സ് മേ പോസസ് ഇൻക്ലൂഡ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഈ പൊസിഷൻ നിർവഹിക്കാം. ഏതൊക്കെയാണ്? ഫസ്റ്റ് നോക്കി, ആദ്യത്തെ 3 എണ്ണത്തിന്റെയും അവിടെ എക്സ്പാൻഡഡ് ഫോം ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. എക്സ്പാൻഡ് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ചോദിക്കാം. 3 എണ്ണത്തിന്റെയും പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഒന്നാമത്തെ നോക്കിയേ, പ്രസിഡന്റ് ഓർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, സിഇഒ. അവിടെ ചോദിക്കാം എക്സ്പാൻഡ് സിഇഒ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ആ ഒരു പൊസിഷൻ നിർവഹിക്കാം. പ്രസിഡന്റ് അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന പൊസിഷൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് നിർവഹിക്കാം. അടുത്ത നോക്കിയേ, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, സിഒഒ, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ. ഈ ഒരു പൊസിഷൻ നിർവഹിക്കാം, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ. അടുത്തതാണ് CFO, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ. ഇപ്പൊ 3 കാര്യങ്ങൾ ഏതാ? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ. ഈ പൊസിഷനുകൾ നിർവഹിക്കാം. 3ന്റെയും എക്സ്പാൻഡഡ് ഫോം ക്ലിയർ ആണോ നോക്കിയേ? സിഇഒ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. Then COO, expand COO, related to hospital administration. ചോദിക്കാം. അപ്പൊ എന്തെന്ന് പറയാം നമുക്ക്? ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ആണ്. Then CFO എന്ന് പറഞ്ഞ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ. ഇനി അതുകൂടാതെ നോക്കിയേ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞ ഒരു പൊസിഷനിൽ നിർവഹിക്കാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. അടുത്ത നോക്കി, അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ, അസോസിയേറ്റീവ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ. അടുത്തതാണ് ഡയറക്ടർ ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. ഹ്യൂമൻ റിസോഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. നമുക്ക് 3ാമത്തെ മൊഡ്യൂളിൽ തന്നെ പഠിക്കാനുള്ള. പഠിച്ചു തുടങ്ങിയില്ല? പഠിച്ചു തുടങ്ങിയോ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പഠിച്ചു തുടങ്ങി അല്ലേ? ഓക്കെ ഓക്കെ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഓക്കെ, കഴിഞ്ഞോ നിങ്ങൾക്ക്? ഓക്കെ, കഴിഞ്ഞു. അത് പഠിച്ചതാണ്. ഹ്യൂമൻ റിസോഴ്സ് ഫുള്ള് പഠിച്ചു കഴിഞ്ഞ ആളുകളാണ്. ഓക്കെ, ഹ്യൂമൻ റിസോഴ്സ് ഡയറക്ടർ ഓഫ് ഹ്യൂമൻ റിസോഴ്സ്, ആ ഒരു പൊസിഷൻ നിർവഹിക്കാം. റിക്രൂട്ട്മെന്റ് സ്പെഷ്യലിസ്റ്റ്, റിക്രൂട്ട്മെന്റ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞ പൊസിഷൻ നിർവഹിക്കാം. വൈസ് പ്രസിഡന്റ് ഓഫ് ക്വാളിറ്റി, വൈസ് പ്രസിഡന്റ് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ്, ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം അതിന് മേൽനോട്ടം വഹിക്കുക. അതാണ് കേട്ടോ വൈസ് പ്രസിഡന്റ് ഓഫ് ക്വാളിറ്റി. ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിന് മേൽനോട്ടം വഹിക്കുന്ന ആളാണ് വൈസ് പ്രസിഡന്റ് ഓഫ് ക്വാളിറ്റി. ആ ഒരു പൊസിഷൻ നിർവഹിക്കാം. ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് അഡ്മിനിസ്ട്രേറ്റർ, ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് അഡ്മിനിസ്ട്രേറ്റർ, ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ അതിന്റെ അഡ്മിനിസ്ട്രേറ്റർ. Then complaints educator, complaints എന്ന് പറഞ്ഞാൽ അതിനെ പാലിക്കുക എന്നുള്ളത്. എഡ്യൂക്കേറ്റർ, ട്രെയിനിങ് പ്രോഗ്രാംസുകൾ കാര്യങ്ങളൊക്കെ എംപ്ലോയീസിനൊക്കെ കൊടുക്കുന്നതാണ് കേട്ടോ. ലോസ്, ആ ഹോസ്പിറ്റലിലെ നിയമങ്ങള്, എങ്ങനെ അതൊക്കെ ജോലിയിൽ അപ്ലൈ ചെയ്യാം, അതൊക്കെ പറയുന്ന അതിനെ കുറിച്ചൊക്കെ സ്റ്റാഫിന് ട്രെയിനിങ് കൊടുക്കുന്ന ആള് കംപ്ലൈൻസസ് എഡ്യൂക്കേറ്റർ. Then പാലിക്കുക എന്നുള്ളൊരു മീനിങ് ആട്ടോ കംപ്ലൈൻസ് എന്ന് പറയുന്നത്. കംപ്ലൈൻസ് എന്ന് പറയുന്നത്. ഡയറക്ടർ ഓഫ് നേഴ്സിംഗ്. പിന്നെ അടുത്തതാണ് ഡയറക്ടർ ഓഫ് ക്ലിനിക്കൽ ഓപ്പറേഷൻസ്, ഡയറക്ടർ ഓഫ് ക്ലിനിക്കൽ ഓപ്പറേഷൻസ്. അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് ഫിനാൻസ്, അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് ഫിനാൻസ്. ഡയറക്ടർ പോപ്പുലേഷൻ ഹെൽത്ത്. അതെ, 2 എണ്ണമാണ് കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിൽ കറക്റ്റ് ആയിട്ടാണോ കൊടുത്തേക്കണേന്ന് നോക്കാം. ഡയറക്ടർ പോപ്പുലേഷൻ ഹെൽത്ത്, ഡയറക്ടർ ഓഫ് പോപ്പുലേഷൻ ഹെൽത്ത് സർവീസ്, അതാണ് ഡയറക്ടർ പോപ്പുലേഷൻ ഹെൽത്ത് എന്ന് പറയുന്നത്. അതിന് താഴെയാണ് ഡയറക്ടർ പേഷ്യന്റ് കെയർ സർവീസ്. അത് 2 പോയിന്റ് ആണ് കേട്ടോ. ലാസ്റ്റത്തെ പോയിന്റ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കറക്റ്റ് ആയിട്ടാണോ കൊടുത്തേക്കണേന്ന് നോക്കാം. അല്ലെങ്കിൽ അടുത്ത ഡയറക്ടർ പേഷ്യന്റ് കെയർ സർവീസ്, അത് അടുത്ത പോയിന്റ് ആണ്. താഴെ ഒരു അവിടെ തന്നെ നിങ്ങൾ ഒരു ബബിൾ ഇട്ട് കൊടുത്താൽ മതി. അടുത്ത പോയിന്റ് ആണ്. ഓക്കെ, കറക്റ്റ് ആയിട്ട് തന്നെയാണോ കിടക്കണ ടെക്സ്റ്റിൽ? അല്ലെങ്കിൽ 2 എണ്ണാക്കി എഴുതിയാൽ മതി. ഡയറക്ടർ ഓഫ് പോപ്പുലേഷൻ ഹെൽത്ത് അത് 1 എണ്ണം.
ഡയറക്ടർ ഓഫ് പോപ്പുലേഷൻ ഹെൽത്ത് സർവീസ്, അതാണ് ഷോർട്ട് ചെയ്ത് പറഞ്ഞേക്കുന്നതാണ് ഡയറക്ടർ പോപ്പുലേഷൻ ഹെൽത്ത് എന്ന്. പിന്നെ അടുത്തതാണ് ഡയറക്ടർ പേഷ്യന്റ് കെയർ സർവീസസ്. ഓക്കെ, ഡയറക്ടർ പേഷ്യന്റ് കെയർ സർവീസ്. അപ്പൊ നോക്കി, ഈ പറയുന്ന പൊസിഷനുകളൊക്കെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് നിർവഹിക്കാൻ പറ്റും. ഉണ്ടോ? ഈ പൊസിഷനുകളൊക്കെ ഇരിക്കാൻ പറ്റും അവർക്ക്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, അസോസിയേറ്റീവ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ഡയറക്ടർ ഓഫ് ഹ്യൂമൻ റിസോഴ്സ്, recruitment specialist, vice president of quality, hospital operations administrator, compliance educator, director of nursing, director of clinical operation, assistant director of finance, director population health, director patient care services. Okay, അതും നോട്ട് ചെയ്തോ കേട്ടോ. ഈ പറയുന്ന പൊസിഷനുകൾ കൂടി അവർക്ക് നിർവഹിക്കാം. ഇനി നെക്സ്റ്റ് ആണ് ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. പെട്ടെന്ന് വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കിയോ. ആദ്യത്തെ 3 പ്രത്യേകം നോട്ട് ചെയ്തിട്ടോ. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. CFO ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, അത് നിങ്ങൾക്ക് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. നമുക്ക് എന്താ ഓപ്ഷൻ ഉണ്ടല്ലോ, വേഗം നോക്കി. ഓക്കെ, ഇനി അടുത്തതാണ് ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മൊത്തം ഇത് തന്നെയാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഷോർട്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഫുൾ ആ പാരഗ്രാഫ് ഒന്നും പഠിക്കണ്ട. നോക്കി, എന്തൊക്കെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഈ പൊസിഷനുകളൊക്കെ ഇരിക്കാം എന്നാണ് പറഞ്ഞേക്കണേ കേട്ടോ. ഇപ്പൊ ഓരോന്നിനെയും സെപ്പറേറ്റ് ചെയ്ത് പറഞ്ഞേക്കുന്നതാണ് അവിടെ. ഓരോ പൊസിഷനുകളിലെയും നമ്മൾ മൊത്തത്തിൽ നമ്മൾ ഒറ്റ വേടി പറഞ്ഞു. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ എന്താണ്? ഓവറോൾ ഡിപ്പാർട്ട്മെന്റ് അല്ലെ, എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും മാനേജ്മെന്റ് ആണ് അല്ലെ. ഒരു ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളുടെയും മാനേജ്മെന്റ്, അതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓവറോൾ മാനേജ്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ, അതാണ് ഓവറോൾ മാനേജ്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ, അതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ പൊസിഷനുകൾ നിർവഹിക്കാം. ഓരോന്നും നമ്മുടെ എന്താ പറഞ്ഞേക്കുന്നത്, ഓരോ അവർക്ക് ഇരിക്കാൻ പറ്റുന്ന ഓരോ പൊസിഷനുകൾ പ്രത്യേകം പറഞ്ഞേക്കണമെന്ന് ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. ഏതൊക്കെ പൊസിഷനുകൾ അവർക്ക് നിർവഹിക്കാം, അതാണ് പോയിന്റ് ആയിട്ട് കൊടുത്തേക്കുന്നത്. ഇനി അടുത്തത് ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. അതിനകത്ത് നോക്കി, ഒന്നാമത്തെയാണ് ഹ്യൂമൻ റിസോഴ്സ് ഫങ്ഷൻ. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ചാപ്റ്റർ ഫുള്ള് പഠിച്ചല്ലേ, വലിയൊരു ചാപ്റ്റർ ആയിരുന്നില്ലേ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലേ. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ്? മാൻ പവർ. അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ് വലിയൊരു ഹോസ്പിറ്റൽ ഉണ്ടാക്കി വെച്ചാൽ മതിയോ? അതിനകത്ത് എന്ത് വേണം? മാൻ പവർ വേണം, ഹ്യൂമൻ റിസോഴ്സ് വേണം. അത് വലിയ ഹോസ്പിറ്റൽ ഉണ്ടാക്കി കുറച്ച് എക്യുപ്മെന്റ്സ് വാങ്ങി വെച്ച കാര്യമില്ല. ആ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾക്ക് ആര് വേണം? അവിടെ മെയിൻ ആയിട്ട് ആരാണ്? ഹ്യൂമൻ റിസോഴ്സ് അല്ലെ. മാൻ പവർ വേണം, ഇവിടെ സ്റ്റാഫുകൾ വേണം. അത് ഹ്യൂമൻ റിസോഴ്സ് ഫങ്ഷൻ. അത് ആ ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യുക. ഇതൊരു വലിയ കാര്യമല്ലേ. മറ്റുള്ള കൈയൊക്കെ സ്റ്റാഫുകളെ മാനേജ് ചെയ്യുക. ഒരു ഹ്യൂമൻ റിസോഴ്സ് ഫങ്ഷൻ ഉണ്ട്. രണ്ടാമത്തെയാണ് ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ്. ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ, ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ്, പബ്ലിക് റിലേഷൻ ഫങ്ഷൻ, PR, പബ്ലിക് റിലേഷൻ പ്രവർത്തനങ്ങള്, ഹോസ്പിറ്റൽ പ്രവർത്തനങ്ങള്, പബ്ലിക് റിലേഷൻ ഫങ്ഷൻസ്. ഇനി മൂന്നാമത്തെയാണ് ഫോർമുലേഷൻ ഓഫ് പോളിസീസ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. കുഞ്ഞിതാക്കി പഠിച്ചാൽ മതി. ഫോർമുലേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? രൂപപ്പെടുത്തുക. പോളിസികള് രൂപപ്പെടുത്തുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യുക. ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന് വെച്ചാൽ നടപ്പിലാക്കുകയും ചെയ്യുക. ഫോർമുലേഷൻ ഓഫ് പോളിസീസ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. പോളിസികള് ഫോർമുലേറ്റ് ചെയ്യുക, രൂപപ്പെടുത്തുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക. അടുത്ത് നോക്കിയേ, എൻഷുർ
അവിടെ കുത്തുണ്ട് കേട്ടോ. ആ സെന്റൻസ് അത്രയും നോക്കിയാൽ മതി. ഫോർമുലേഷൻ ഓഫ് പോളിസീസ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. ഇനി അടുത്ത നോക്കിയേ, എൻഷുർ കംപ്ലൈൻസസ് വിത്ത് ലോസ് റൂൾസ്. റൂൾ എന്നാണ് കേട്ടോ. റൂൾസ് RULES നിയമങ്ങള്, റെഗുലേഷൻസ് ആൻഡ് എത്തിക്സ്. അപ്പൊ ഹോസ്പിറ്റലിലെ ലോസ് നിയമങ്ങള്, റൂളുകള്, നിയന്ത്രണങ്ങള്, എത്തിക്സ് ഇതെല്ലാനും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നിയമങ്ങൾ, റൂൾസ്, നിയന്ത്രണങ്ങള്, എത്തിക്സ് എന്നിവ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അടുത്ത നോക്കിയേ, act as a legal representative of hospital. ആ പോയിന്റ് അണ്ടർലൈൻ ചെയ്തിട്ടെ. Who act as legal representative of hospital? ഹോസ്പിറ്റലിലെ ഒരു നിയമപരമായിട്ടുള്ള ഒരു പ്രതിനിധിയായിട്ട് പ്രവർത്തിക്കുക. ആ പോയിന്റ് പ്രത്യേകം നോട്ട് ചെയ്തിടാം. Act as a legal representative of the hospital. ഹോസ്പിറ്റലിലെ ഒരു ലീഗൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് പ്രവർത്തിക്കുക. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഈസ് അക്കൗണ്ടബിൾ. അക്കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തം. എന്തിനുള്ള ഉത്തരവാദിത്തം ഉണ്ട്? ടു മേക്ക് ഷുവർ ദാറ്റ് ദ ഹോസ്പിറ്റൽ ഈസ് അബൈഡിങ് എന്ന് പറഞ്ഞാൽ പാലിക്കുക by the government rules and whether all the statutory needs are met. എന്താ പറഞ്ഞേക്കണേ? ഹോസ്പിറ്റലിലെ ആ ഗവൺമെന്റ് റൂൾസ് ഹോസ്പിറ്റല് പാലിക്കുന്നുണ്ട്. ഉണ്ടോ? ഹോസ്പിറ്റലിലെ സർക്കാർ നിയമങ്ങൾ, ഗവൺമെന്റ് റൂൾസ് പാലിക്കുന്നുണ്ടെന്നും എല്ലാ റൂൾസും എല്ലാ നിയമപരമായ ആവശ്യങ്ങളും അത് അവര് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഉത്തരവാദിത്വമുണ്ട്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഈസ് അക്കൗണ്ടബിൾ ടു മേക്ക് ഷുവർ ദാറ്റ് ഹോസ്പിറ്റൽ ഈസ് അബൈഡിങ് ഓൾ ദ ഗവൺമെന്റ് റൂൾസ്. എല്ലാ ഗവൺമെന്റ് റൂൾസും പിന്നെ നമ്മുടെ നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റല് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ഉള്ള ഉത്തരവാദിത്തം ആർക്കാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്കാണ്. അവിടെ 4 പോയിന്റ്സ് ആയിട്ട് വേണേ നമ്മൾ കുഞ്ഞിതാക്കി പറയാം. ഓക്കെ, ഒന്നാമത്തെ എന്താ പറഞ്ഞേക്കുന്ന? പോളിസികള് രൂപപ്പെടുത്തുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക. ഫോർമേഷൻ ഓഫ് പോളിസി ആൻഡ് ഇംപ്ലിമെന്റേഷൻ. പിന്നെ അടുത്തത് എന്താണ്? എൻഷുർ ചെയ്യുക, ഉറപ്പുവരുത്തുന്നത് ലോസ്, റൂൾസ്, റെഗുലേഷൻ, എത്തിക്സ് എന്നിവ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഹോസ്പിറ്റല് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ അടുത്തത് ഹോസ്പിറ്റലിലെ ഒരു ലീഗൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് പ്രവർത്തിക്കുക. പിന്നെ അടുത്തത് എന്താ പറഞ്ഞേക്കുന്നത്? ഹോസ്പിറ്റല് എല്ലാ ഗവൺമെന്റ് റൂൾസ്, നിയമപരമായിട്ടുള്ള ആവശ്യങ്ങള് ഇതെല്ലാം ഹോസ്പിറ്റല് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരുടെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തമാണ്. ഈ അക്കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തമാണ്. ഇനി അടുത്ത നോക്കിയേ, അടുത്ത പോയിന്റില് ഹാസ് ദ റെസ്പോൺസിബിലിറ്റി ടു സൂപ്പർവൈസ് ഓൾ ദ ആക്ടിവിറ്റീസ് ഇൻ എ ഹോസ്പിറ്റൽ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളും അതിനെ മേൽനോട്ടം വഹിക്കാനുള്ള ഉത്തരവാദിത്വവും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്കാണ്. നമ്മൾ പറഞ്ഞില്ലേ ഓവറോൾ മാനേജ്മെന്റ്. അതാണ് ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ വാട്ട് ഈസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയാ? Hospital administration is the overall management of the hospital. ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള മാനേജ്മെന്റ് ആണ് ഹോസ്പിറ്റൽ ഭരണം എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളെയും സൂപ്പർവൈസ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കുണ്ട്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്കുണ്ട്. ഡോക്ടറുടെ കാര്യം മാത്രം ചെയ്താൽ മതി, നഴ്സിന്റെ കാര്യം മാത്രം ചെയ്താൽ മതി അല്ലെ? സ്റ്റാഫുകൾക്ക് ഓരോ സെക്ഷനിലുള്ള റേഡിയോളജിയിലാണെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ നോക്കിയാൽ മതി, ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്നവർക്കാണെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ നോക്കിയാൽ മതി അല്ലെ? പക്ഷെ അഡ്മിനിസ്ട്രേറ്റർക്ക് എന്താ? എല്ലാ ഹോസ്പിറ്റലിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും സൂപ്പർവൈസ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം. വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണല്ലേ? ഉത്തരവാദിത്തം ആർക്കാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്കുണ്ട്.
should make sure that all the staff are aware of the hospital mission, vision and the objectives. ഇനി എന്താ ഈ അവരെന്ത് ഉറപ്പുവരുത്തണം? എല്ലാ സ്റ്റാഫുകളും ഹോസ്പിറ്റലിന്റെ മിഷൻ, ഹോസ്പിറ്റലിന്റെ ദൗത്യം എന്താണ്, വിഷൻ, കാഴ്ചപ്പാട്, ഒബ്ജക്റ്റീവ് എന്നിവയെ കുറിച്ച് എല്ലാ സ്റ്റാഫുകളും അവെയർ ആയിരിക്കണം, ഒരു അവബോധം ഉണ്ടായിരിക്കണം സ്റ്റാഫുകൾക്ക്. അത് ഉറപ്പുവരുത്തേണ്ടതും എല്ലാ സ്റ്റാഫും അവെയർ ആണ് അല്ലെ, ഹോസ്പിറ്റലിലെ വിഷൻ ഒബ്ജക്റ്റീവ്സ് എന്നിവയെ കുറിച്ച് എല്ലാ സ്റ്റാഫുകളും അവെയർ ആണെന്ന് ഉറപ്പുവരുത്തേണ്ടതും ആര് തന്നെയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരാണ്. ഓക്കെ, അപ്പൊ 4 പോയിന്റ്സ് ആ പറഞ്ഞേക്കണേ. മൂന്നാമത്തെ പോയിന്റിൽ കുഞ്ഞിതായിട്ട് കൊടുത്തിട്ടുണ്ട്, അതിൽ പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്തിടണം. ലീഗൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് പ്രവർത്തിക്കുക ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഇത് ഹോസ്പിറ്റലിന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും മേൽനോട്ടം. ഇതൊക്കെ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണ്ട. ഈ ഒരു ചാപ്റ്റർ നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം കുറെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ. ഇനി വേറൊരു ചാപ്റ്റർ ഉണ്ട് കേട്ടോ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അത് ഓരോരുത്തർക്കുടെ റെസ്പോൺസിബിലിറ്റി മാത്രം പഠിക്കാവുള്ളൂ. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടത് ഏത്, ഉൾപ്പെടാത്തത് ഏത്, അങ്ങനെയൊക്കെ ചോദിക്കുള്ളൂ. അപ്പൊ ഏകദേശം നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം മൊത്തത്തിലുള്ള ഓവറോൾ മാനേജ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ, അതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഈ പോയിന്റ്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പാടില്ലേ? ഫുള്ളായിട്ട് നിങ്ങൾ ആ പാരഗ്രാഫ് ഫുള്ള് നോക്കണമെന്നില്ല. ഒന്നാമത്തെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം, ഹ്യൂമൻ റിസോഴ്സ് ഫംഗ്ഷൻ. രണ്ടാമത്തെ ഹോസ്പിറ്റൽ ഓപ്പറേഷൻ പബ്ലിക് റിലേഷൻ ഫംഗ്ഷൻ. മൂന്നാമത്തെ ആദ്യത്തെ സെന്റൻസ് നോട്ട് ചെയ്യുക, ഫോർമുലേഷൻ ഓഫ് പോളിസി ആൻഡ് ഇംപ്ലിമെന്റേഷൻ. പിന്നെ അവിടെ നമ്മൾ ഒരെണ്ണം പറഞ്ഞത് ലീഗൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ആക്ട് ചെയ്യുക അല്ലെ, അത് നോക്കണം. പിന്നെ അടുത്തത് ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളെയും സൂപ്പർവൈസ് ചെയ്യാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഓക്കെ, ഷോർട്ട് ആയിട്ട് പഠിച്ചാൽ മതി. അതിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ അല്ലെങ്കിൽ ഫംഗ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണോ അല്ലയോ എന്നൊക്കെ ഉള്ളതൊന്ന് മനസ്സിലാക്കി വെക്കും. ഓക്കെ, ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണേ. ഓക്കെ.